ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ജെഇ മെയിൻസിന്റെ എക്സാം ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഫേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾക്ക് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സമയമുണ്ട്. ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയമാണ്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് പോകണം. സോ ഓൾറെഡി കണ്ടന്റുകളൊക്കെ പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങളുടെ +2 കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ടോപ്പിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജെഇ മെയിൻസ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 12 വയേഴ്സ് ഈച്ച് ഹാവിംഗ് റെസിസ്റ്റൻസ് 2 Ohm. നമുക്കറിയാം ഒരു ക്യൂബ് ആണ്. അപ്പൊ ഉറപ്പായിട്ട് ക്യൂബിന് 12 എഡ്ജുകൾ ഉണ്ട് അല്ലെ. ആ ഓരോ എഡ്ജിന്റെയും ആ ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 Ohm ആണ് തന്നിട്ടുണ്ട്. ബിറ്റ്വീൻ എ ആൻഡ് സിയിൽ ഒരു 6 വോൾട്ട് സെല്ലും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ് എന്ന ഈ എഫിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ ഇ എഫ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഇരിക്കുന്ന റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജനറലി ക്യൂബിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പം ഇക്വലന്റ് റെസിസ്റ്റൻസ് ഒക്കെയാണ് ജനറലി ചോദിക്കാറ്. പക്ഷെ ഇത് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ഞാൻ ജെഇ എക്സാം എഴുതുന്ന കുട്ടി ആയിക്കോട്ടെ, നീറ്റ് എഴുതുന്ന കുട്ടി ആയിക്കോട്ടെ, ഉറപ്പായിട്ട് ഇത് കാണണം എന്നാണ് ഞാൻ പറയുന്ന കാര്യം. കുറെ നല്ല കോൺസെപ്റ്റുകൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. ശ്രദ്ധയോടെ നിങ്ങൾ ഇത് വാച്ച് ചെയ്യുക. ക്ലിയർ? അപ്പൊ ആദ്യം ഒരു ക്യൂബിന്റെ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട വാല്യൂസ് ആണ് ഈ കാണുന്നത്. അതായത് ഒരു ക്യൂബിന് ഫേസ് ഡയഗണൽ, ബോഡി ഡയഗണൽ, എഡ്ജ് അക്രോസ് ഉള്ള, നമ്മൾ അതിന് അക്രോസ് ഒരു സെല്ല് കണക്ട് ചെയ്താൽ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ്, അതായത് ഫേസ് ഡയഗണൽ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഓരോ സ്ക്വയർ ഷേപ്പും ഓരോ സ്ക്വയറും ഓരോ ഫേസുകളാണ്. അപ്പൊ അതിന് അക്രോസ് ഒരു സെല്ല് കണക്ട് ചെയ്താൽ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 3R/4 ആണ്. അതേപോലെ ബോഡി ഡയഗണൽ എന്ന് പറയുമ്പം ഫ്രണ്ടിൽ കാണുന്ന ഫേസിന്റെ ബോട്ടം കോർണറും ബാക്കിൽ കാണുന്ന ഫേസിന്റെ ടോപ്പ് കോർണറോടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5R/6. അതേപോലെ ഒരു എഡ്ജിന് അക്രോസ് ആണെങ്കിൽ അത് 7R/12 ആണ്. ഇത് നിങ്ങൾ ഈ വാല്യൂ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഉറപ്പായിട്ട് ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അല്ലാതെ ഇത് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ക്രിച്ച്ഓഫ് ലോ വെച്ചിട്ടും സിമെട്രിക്കൽ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ വാല്യൂ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. പിന്നെ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, ഫേസ് ഡയഗണലിന്റെ 3R/4 ആണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പഠിക്കാം. 3R/4 3ന്റെ കൂടെ നിങ്ങൾ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ 3യുടെ കൂടെ 2 കൂട്ടിക്ക് അത് 5 ആവും. ഈ 4ന്റെ കൂടെ 2 കൂട്ടിക്ക് അത് 6 ആവും. അതേപോലെ ഈ 5ന്റെ കൂടെ 2 കൂട്ടിക്ക് അത് 7 ആവും. ഈ 6ന്റെ കൂടെ 2 കൂട്ടരുത്, 2 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ അത് 12 ആവും. ഒന്നെങ്കിൽ അങ്ങനെ ഓർക്കാം. പിന്നെ ചിലരിങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, റെസിസ്റ്ററുകളുടെ കുറെ വാല്യൂ നോക്കിയാൽ ഈ നമ്പേഴ്സ് മറക്കാതിരിക്കാൻ, അതായത് ഈ നമ്പറുകൾ മറക്കരുതല്ലോ. 1 2 3 4 5 6 7 കണ്ടോ, ഒരു ഓർഡറിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇത് 12 ആണ്, പക്ഷെ 1 2 3 4 5 6 7 അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. ഇത് ഇങ്ങനെയൊന്നും അല്ല, പക്ഷെ ഇതൊരു ലോജിക്ക് നമ്മൾ ഇങ്ങനെ പറയുന്നത് എവിടെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഫേസ് ഡയഗണൽ, ബോഡി ഡയഗണൽ, എഡ്ജ്, ഈ വാല്യൂ നിങ്ങൾ ഉറപ്പായിട്ടും ബൈഹാർട്ട് ചെയ്യണം. ക്ലിയർ? നമുക്ക് ഫേസ് ഡയഗണൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫേസ് ഡയഗണൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ സോർട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് ആണ് ഈ ഇക്വേഷൻ. ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. കാര്യം ഇതുമായിട്ട് ഈ കറണ്ട് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വെച്ചിട്ട് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ്, അത് നീറ്റ് ആയിക്കോട്ടെ ജെഇ ആയിക്കോട്ടെ, മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ പഠിക്കുക തന്നെ ചെയ്യണം. കറണ്ട് ബ്രാഞ്ചിങ് നോക്കിക്കേ, 2 ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചിൽ കാണുന്ന റെസിസ്റ്റൻസ് R1, ഈ ബ്രാഞ്ചിൽ കാണുന്ന റെസിസ്റ്റൻസ് R2. ഇവിടെ ഞാനൊരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, V പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇതുവഴി വരുന്ന കറണ്ട് I ആണെങ്കിൽ 2 ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് അപ്പ് ആയ കറണ്ടുകളാണ് I1 I2. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ കറണ്ട് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് കാണാൻ പഠിച്ചു വെച്ചേക്കുക. കറണ്ട് ത്രൂ എ ബ്രാഞ്ച്, സപ്പോസ് I1 ആണ് എനിക്ക് വേണ്ടെന്ന് വിചാരിക്കുക. കറണ്ട് ത്രൂ എ ബ്രാഞ്ച് കാണാൻ മെയിൻ കറണ്ടിനെ അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സം ഓഫ് റെസിസ്റ്റേഴ്സ് എടുക്കുക. അപ്പൊ കറണ്ട് ത്രൂ എ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ I1 ആണ്. എനിക്ക് സപ്പോസ് I1 വേണമെന്ന് വിചാരിക്കും. I1 മെയിൻ കറണ്ട് I ആണ് ഇൻറ്റു അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ. നമുക്ക് I1 ആണ് വേണ്ടത്. അപ്പൊ അതർ ബ്രാഞ്ച് ആരാ? R2 ഉള്ള ബ്രാഞ്ച് ആണ്. അപ്പൊ അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ R2 ഡിവൈഡഡ് ബൈ ഇവരുടെ സമ്മ് എടുത്താൽ മതി. ഇതേ നോക്കൂ. അപ്പൊ I1 ഈക്വൽ ടു മെയിൻ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് ബൈ സമ്മ്. ഇവിടെ നോക്ക്, I2 ഈക്വൽ ടു മെയിൻ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച്. I2 ആവുമ്പോൾ അതർ ബ്രാഞ്ചിൽ R1 ആണ്, ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ്. ഇത് ബൈഹാർട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിത് ബോർഡ് എക്സാം അല്ല എഴുതുന്നത്. നമ്മളൊരു നീറ്റ് അല്ലെങ്കിൽ ജെഇ കോമ്പറ്റീറ്റീവ് എക്സാം ഹാളിൽ ഇരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഉറപ്പായിട്ട് ഇത് ബൈഹാർട്ട് ചെയ്യുക തന്നെ വേണം. ക്ലിയർ? അപ്പൊ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. യെസ്,
അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് ഈ രണ്ട് കോൺസെപ്റ്റുകൾ, ആ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്നുള്ളതും അതേപോലെ കറണ്ട് ബ്രാഞ്ചിങ് എന്നുള്ള കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയം എടുക്കും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത്ര സമയം എടുക്കത്തില്ല. ഒരു ഒന്നൊന്നര മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുക്കും. ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പൊ നമ്മളോട് അവർ പറഞ്ഞു എല്ലാ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് 12 ഓം ആണെന്ന് പറഞ്ഞു. നമ്മൾക്ക് വേണ്ടത് ഈ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഈ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VEF എന്ന് ഞാനിപ്പോ വിളിക്കുക. VEF പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ E ആൻഡ് F എന്നാണ്. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെങ്കിൽ അവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യണം. V = IR. അപ്പൊ ഉറപ്പായിട്ടും എന്ത് വേണം? ഇതുവഴി പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇതുവഴി പോകുന്ന കറണ്ട് വേണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ സെല്ല് തരുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ഈ സെല്ല് തരുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം എന്ത് വേണം? ടോട്ടൽ റെസിസ്റ്റൻസ് വേണം. ഇത് ഫേസ് ഡയഗണൽ ആണ്. ഫേസ് ഡയഗണലിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. R ഇക്വലന്റ് കാണാൻ, നെറ്റ് റെസിസ്റ്റൻസ് R ഇക്വലന്റ് കാണാൻ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അത് 3R/4 ആണ്. R എന്ന് പറഞ്ഞാൽ ഏതൊരു ബ്രാഞ്ചിലെയും റെസിസ്റ്റൻസ് എല്ലാം ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് 3R/4 എന്ന് എടുക്കാം. മക്കളെ R എത്രയാണ് തന്നിരിക്കുന്നത്? ഓരോ ബ്രാഞ്ചിലെയും റെസിസ്റ്റൻസ് 2 ആണ്. സോ ഞാൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 × 2/4 എന്നാണ്. ഇവനെയും കൂടെ അല്ലെ 3 × 2/4 എന്നാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവനെയും കൂടെ കട്ട് ചെയ്യാം. നമുക്ക് താഴെ ഒരു 2 കിട്ടി. സോ ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടി 3/2 ഓം എന്ന് കിട്ടി. ഇക്വലന്റ് റെസിസ്റ്റൻസ് 3R/4 അപ്ലൈ ചെയ്തു. ഇക്വലന്റ് റെസിസ്റ്റൻസ് 3/2 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? അടുത്തത് ടോട്ടൽ കറണ്ട് വേണം. നമ്മൾ ആക്ച്വലി ഇതിൽ നിന്നാണ് പുറകേക്ക് വന്നാണ് ഞാൻ ഈ കണ്ടുപിടിക്കേണ്ട ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചത്. ഇങ്ങനെ വേണം ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആണ്. ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഞാൻ I എന്ന് വിളിക്കുന്നു. അപ്പൊ എനിക്ക് ടോട്ടൽ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ടോട്ടൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ I = V/R. V എത്രയാണ് മക്കളെ? 6 ആണ്. V 6 ആണ്. /R എന്ന് പറഞ്ഞാൽ R ഇക്വലന്റ് ആണ്. R ഇക്വലന്റ് നമുക്ക് 3/2 എന്ന് കിട്ടി. 3/2 ആണ്. അപ്പൊ ആ 2 എടുത്ത് ഞാൻ മുകളിലോട്ട് എറിഞ്ഞു. ക്ലിയർ? ഇവനെ കൂടെ കട്ട് ചെയ്താൽ മുകളിൽ ഒരു 2 എന്ന് കിട്ടും. സോ ഫൈനലി കിട്ടി കറണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആംപ്സ്. 4 ആംപിയർ. നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടി 4 ആംപിയർ. വളരെ ഈസി ആയിട്ട് R ഇക്വലന്റും ടോട്ടൽ കറണ്ടും കണ്ടുപിടിക്കാമല്ലോ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ്? ഇത് പക്കയായിട്ട് മനസ്സിലായല്ലോ? എന്നാ വാ നമുക്ക് ഇനി ക്വസ്റ്റ്യന്റെ ബാക്കി കോൺസെപ്റ്റിലേക്കൊക്കെ പോകാം. ശ്രദ്ധിച്ചിരിക്കണം, രസകരമായ കുറച്ച് ഫിഗർ ഒക്കെ. ഇത് കുറെ ആലോചിച്ച് കണ്ടെത്തിയ ഫിഗറുകളാണ്. നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ഈ ബ്രാഞ്ചിലെ കറണ്ട് ആണല്ലോ വേണ്ടത്. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ സെല്ല് തരുന്ന കറണ്ട് ആണല്ലോ ടോട്ടൽ കറണ്ട് I. ഈ I കറണ്ട് ഇവിടെ എത്തിയതിനു ശേഷം 3 ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് അപ്പ് ആവും. അപ്പൊ 3 ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് അപ്പ് ആവുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I1 എന്നും, ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടിനെയും ഞാൻ I1 എന്നും, ഈ ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ആയി വന്ന കറണ്ടിനെ ഞാൻ I2 എന്നും വിളിച്ചു. അപ്പൊ ചിലർക്ക് സംശയം വരും, ഇത് I1 എന്ന് എങ്ങനെ എഴുതി? അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഫിഗർ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇതുവഴി വരുന്ന ഒരു കറണ്ട് I1 ആണല്ലോ. ഈ I1 കറണ്ട് നിങ്ങൾ ആലോചിച്ചു, ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കറണ്ട് എല്ലാ കണക്ഷനുള്ള ബ്രാഞ്ചിൽ കൂടെയും കയറി അതിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തിയിരിക്കണം എന്നാ. അല്ലെങ്കിൽ എയിൽ നിന്ന് സ്പ്ലിറ്റ് അപ്പ് ആവുന്ന കറണ്ട് ബിയിൽ തിരിച്ചു വന്ന് കമ്പൈൻ ചെയ്യണം. ജംഗ്ഷൻ റൂൾ. ഇവിടുന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് I1 I2 I3 I1 I2 എന്നാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഇവരെല്ലാവരും കമ്പൈൻ ചെയ്ത് ഇവിടെ വന്ന് കയറിയിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഇനി ഈ I1 കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ ശ്രദ്ധിച്ചിരിക്കുക, ഈ I1 കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സിയിലേക്ക് എത്താൻ പറ്റും. അതിന്റെ റീസൺ ഈ കാണുന്ന ബ്രാഞ്ചും സിമട്രിക്കലാണ്. സിമട്രി ഉണ്ട്. സിമട്രി എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്നത്, ഒരേ സ്വഭാവ ഗുണമുള്ളവരെന്നൊക്കെ പറയാം. ക്ലിയർ? അപ്പൊ ഈ ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ടും ഈ ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ട് ഇങ്ങോട്ട് കയറിക്കോളും. ഇനി അതിന് വേറൊരു കാരണമുണ്ട്. അതിന്റെ വേറെ റീസൺ എന്താന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ അറ്റ് ബി, അതായത് ഈ പോയിന്റിലെ ഈ കാണുന്ന പോയിന്റ് ആണ് ബി. ആ പോയിന്റിലെ പൊട്ടൻഷ്യലും അതേപോലെ ഈ എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ അറ്റ് ഈ സെയിം ആണെന്ന് പറഞ്ഞാൽ there is no current through this branch എന്ന് എനിക്ക് പറയാം. At the same time പൊട്ടൻഷ്യൽ അറ്റ് D ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് G ആണ്. അതായത് ഈ ബ്രാഞ്ചിലെ കറണ്ടും സെയിം ആണ്. ഈ ബ്രാഞ്ചിലെ കറണ്ട് 0 ആണ്. ഇവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആകുന്നു. അതായത് ഈ ബ്രാഞ്ചിൽ കൂടെയും ഈ ബ്രാഞ്ചിൽ കൂടെയും കറണ്ട് ഫ്ലോ ഇല്ല എന്നതൊരു വലിയ കോൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, ഇതിന്റെ അടുത്തൊരു ലോജിക്ക് പറയുകയാണ്. ഈ I1 കറണ്ട് ഇവിടെ എത്തുന്നു, ഈ I1 കറണ്ട് ഇവിടെ എത്തുന്നു, ഈ I2 കറണ്ട് ഇവിടെ എത്തി, ഈ I2 കറണ്ട് ഇങ്ങനെയും സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഇവിടെ എത്തുന്നു, കമ്പൈൻ ചെയ്ത് അഗൈൻ I ആയിട്ട് അങ്ങ് പൊക്കോളും. കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ,
ഈ I1 കറണ്ടും ഇതും സെയിം ആണെന്ന് പറയാനുള്ള കാരണം മനസ്സിലായല്ലോ, സിമട്രിക്കൽ ബ്രാഞ്ച് ആണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വായു, ഈ കാണുന്ന ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ഈ കാണുന്ന ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് 2 ഓം ആണ്. ഈ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് 2 ഓം ആണ്. അപ്പൊ ഇവന്മാര് സീരീസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് I1 ഇതുവഴി കയറി ഇവിടെ എത്തും, ഇതുവഴി വരുന്ന കറണ്ട് I1 ഇതുവഴി പോയി ഇതിലെത്തും. അതേപോലെ ഒരു I2 കറണ്ട് ഇങ്ങനെ താഴോട്ട് വരുമല്ലോ, ഈ കറണ്ട് I2 ആണല്ലോ. ഈ I2 കറണ്ട് ജംഗ്ഷൻ എച്ചിലെത്തിയതിനു ശേഷം എന്ത് സംഭവിക്കും? 2 ബ്രാഞ്ചുകളുണ്ട്. സോ ഈ ബ്രാഞ്ചിലേക്ക് വരുന്ന കറണ്ട് I2/2 ആകും. ഈ ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ടും I2/2 ആയിട്ട് മാറും. I2/2 ആയിട്ട് മാറും. എഗെയിൻ കറണ്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ I2/2 കമ്പൈൻ ചെയ്ത് ഇവിടെ എത്തി ഇങ്ങോട്ട് എന്ത് വരും? I2 വരും. അങ്ങനെ അവർ സമ്മപ്പ് ചെയ്ത് I കറണ്ട് ഇങ്ങോട്ട് വന്നോളും. ക്ലിയർ? കോൺസെപ്റ്റ് മനസ്സിലായോ? സെറ്റ് ആണല്ലോ, പക്കയായിട്ട് മനസ്സിലായോ? എന്നാ പറയും. ഞാൻ ഇതിങ്ങനെ ഫിഗർ ആഡ് ചെയ്ത് വെച്ചത് എല്ലാം കൂടെ കൊളമാണ്ടാന്ന് വെച്ചാൽ. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഈ ഓരോ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് 2 ഓം ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ മക്കളെ ഇത് 2 ഓം ആണ്, ഇത് 2 ഓം ആണ്. അപ്പൊ ഈ 2 ഉം 2 കൂടെ എത്രയായി? 4 ആയി. അതേപോലെ ഇത് 2 ഓം ആണ്, ഇത് 2 ഓം ആണ്. ഈ 2 ഉം 2 കൂടെ എത്രയായി? 4 ആയി. ഇവിടെ കറണ്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇത് സെയിം കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു വരുന്നത്. അപ്പൊ ഇവനൂടെ സീരീസ്, അതേപോലെ ഇവനൂടെ സീരീസ്. ഈ സീരീസും സീരീസൂടെ എങ്ങനെയാ? പാരലലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ 2 2 4, 2 2 4 അവര് പാരലലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ 4 4 പാരലൽ ആണെങ്കിൽ 2 വരും. 2 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ പകുതി എടുത്താൽ മതി. ക്ലിയർ ആണോ? അപ്പം 2 + 2 4, 2 + 2 4, 4 4 പാരലൽ, 4 4 പാരലൽ. സോ നമുക്ക് എത്ര കിട്ടണം? ഇവിടെ 2 ഓം എന്ന് ഇക്വലൻസ് കിട്ടും. കണ്ടോ? ആ ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നത് മൊത്തത്തിലാണ്. ഇവിടെ ഇക്വലൻസ് കാണിക്കാനാണ് ഞാൻ പച്ച കളർ ഇട്ട് വെച്ചത്. ക്ലിയർ? സെറ്റ്. അടുത്ത നോക്കിക്കേ. ഇനി ഇവിടുന്ന് നമുക്ക് നേരത്തെ ആര് വന്നായിരുന്നു? ഒരു I2 വന്നായിരുന്നു. ഈ I2 ഇവിടെ എത്തി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കയറി I2/2 ആയി പോയിട്ട്, അതുപോലെ ഇതുവഴി കയറി I2/2 ആയിട്ട് പോയി. അപ്പൊ ഇതുവഴി പോയ കറണ്ട് I2/2 ആയിരുന്നു. ഇങ്ങനെ കയറിപ്പോയി. അപ്പൊ ഇവനും എങ്ങനെ? സീരീസ്. അതുപോലെ ഇവനും എങ്ങനെ? സീരീസ്. അപ്പം 2 + 2 4, 2 + 2 4. അവനോട് എങ്ങനെ? പാരലലാണ്. അവനോട് പാരലാണ്. അപ്പൊ 4 4 അഗൈൻ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ക്ലിയർ? ഇനി ഈ 2 പ്ലസ് ഇവരുടെ ഈക്വലൻസ് ആയ 2 പ്ലസ് ഈ 2 സീരീസ് ആണ്. അപ്പൊ 2 2 4 2 6. ഇവിടെ 2 വന്നത് മനസ്സിലായല്ലോ. ഇവർക്ക് എങ്ങനെ ഈക്വലൻസ് 2 കിട്ടി, അതേപോലെ ഈ താഴത്തെ റെഡ് സ്ക്വയറിനും 2 കിട്ടും. എന്നിട്ട് 2 + 2 + 2 എത്ര കിട്ടി നമുക്ക്? ഈ വാല്യൂ നമുക്ക് 6 ഓം എന്ന് കിട്ടി. ക്ലിയർ? ഇപ്പൊ ഇവര് തമ്മിൽ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് മാറി. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇനി ശ്രദ്ധിച്ചോ, എന്തിനാ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്? ആ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് പച്ചയെക്കൂടെയും ചുമലയെക്കൂടെയും പോകുന്ന കറണ്ട് കാണാനായി പണിയൊക്കെ ചെയ്യുന്നത്. സോ ഈ സെല്ല് 6 വോൾട്ട് ആണ്. ഇതുവഴി വരുന്ന ടോട്ടൽ കറണ്ട് I ആണ്. ടോട്ടൽ കറണ്ട് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിരുന്നു. ടോട്ടൽ കറണ്ട് 4 ആംപിയർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ടോട്ടൽ കറണ്ട് ഇവിടെ 4 ആംപിയർ ആണെന്ന് എനിക്ക് മനസ്സിലായി. 4 ആംപ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇതുവഴി സ്പ്ലിറ്റ് ചെയ്ത് ഗ്രീൻ കളറിൽ കൂടെ പോയ കറണ്ടിനെ നമ്മൾ I1 എന്നായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പൊ ഇതുവഴി പോകുന്ന കറണ്ട് I1 ആണ്. റെഡിൽ കൂടെ സ്പ്ലിറ്റ് അപ്പ് ആയി പോയ കറണ്ട് I2 ആയിരുന്നു. ഇനി റൈറ്റ് നൗ നമുക്കത് I2/2 കിട്ടിയാൽ EFന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കിട്ടും. EFന് അക്രോസ് ഉള്ള കറണ്ട് കിട്ടും. നമുക്ക് EFന് അക്രോസ് ഉള്ള കറണ്ട് കണ്ടുപിടിച്ചാലേ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കിട്ടത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ നമുക്ക് ആദ്യം I2 കണ്ടുപിടിക്കണം. അപ്പൊ കറണ്ട് ബ്രാഞ്ചിങ് റൂൾ എടുക്കാം. കറണ്ട് ത്രൂ എ ബ്രാഞ്ച് കാണാൻ മെയിൻ കറണ്ട് ഇൻറ്റു നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ റെസിസ്റ്റൻസ് R1 എന്നും ഈ റെസിസ്റ്റൻസ് നമുക്ക് R2 എന്നും വിളിക്കാം. അപ്പൊ മെയിൻ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ R1 ആണ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ് R1 + R2 ആണ്. ക്ലിയർ ആണോ? ഇത് വ്യക്തമായിട്ട് മനസ്സിലായോ? അപ്പൊ മെയിൻ കറണ്ട് I എത്രയായിരുന്നു? മെയിൻ കറണ്ട് I 4 ആണ്. അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ കണ്ടോ, അതിനുവേണ്ടി I ഈക്വലൻസ് ഒക്കെ കണ്ടുവച്ചത്. അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റർ നമുക്ക് വേണ്ടത് ആരെയാ? നമുക്ക് വേണ്ടത് I2 ആണ്. അപ്പൊ അതർ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ R1 ആണ്. അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 ആണ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ്. 6 ഉം 2 ഉം 8 ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവനെയും കൂടെ കട്ട് ചെയ്താൽ 4 8. അപ്പൊ ഇവിടെ 2 എന്ന് കിട്ടി. 2/2 എത്ര കിട്ടി? 1 ആംപിയർ എന്ന് കിട്ടി. 1 ആംപിയർ എന്ന് കിട്ടി. വളരെ ഈസി ആയിട്ട് ഈ കറണ്ട് 1 ആംപിയർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവഴി പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ്. അതായത് I2 ആണ് 1 ആംപിയർ.
I2 ആണ് നമുക്ക് എത്ര കിട്ടിയത്? 1 ആംപിയർ എന്ന് കിട്ടിയത്. അപ്പൊ ഈ റെഡിലേക്ക് ഇറങ്ങി വരുന്ന ഈ I2 ആണ് എത്ര? 1 ആംപിയർ. ഇനി എന്ത് സംഭവിക്കും? ഈ 1 ആംപിയർ കറണ്ട് ഇവിടെ എത്തിയതിനു ശേഷം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. I2/2 ഈ ബ്രാഞ്ചിലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ I2/2 എത്ര കിട്ടും? I2/2 എന്ന് പറയുന്നത് വന്ന I2 1 ആംപിയർ ആണ്, ഡിവൈഡഡ് ബൈ 2 1/2 ആംപിയർ ആയിട്ട് മാറി. ഈ ബ്രാഞ്ചിൽ കൂടെ പോയ കറണ്ട് 1/2 ആംപിയർ ആയിട്ട് മാറി. ക്ലിയർ? നമുക്ക് വേണ്ടത് എന്തായിരുന്നു? പൊട്ടൻഷ്യൽ അക്രോസ് EF. പൊട്ടൻഷ്യൽ അക്രോസ് EF. വി കാണാനുള്ള ഇക്വേഷൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. കറണ്ട് ആരാ? I2/2. അതെത്രയാ മക്കളെ? 1/2. V ഈസ് ഈക്വൽ ടു IR ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. 1/2 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാ? ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് അത് 2 ഓം ആയിരുന്നു. ദാറ്റ് ഈസ് 2 ഓം. ഫൈനലി നമുക്ക് കിട്ടും 1 വോൾട്ട് എന്ന് കിട്ടും. അപ്പൊ അവിടെ ഉണ്ടായ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടായ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാ? 1 വോൾട്ട് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ആൻസർ ഈസ് 1 വോൾട്ട് എന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കോൺസെപ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. ഏത് കൊലകൊമ്പൻ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തൊരു ടോപ്പിക്കും കോൺസെപ്റ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.